ഹലോ, എടുത്തില്ലേ? എവിടെ ഒന്ന് ഡേയ് ഹൽക്കേ. സോഷ്യൽ മീഡിയ മൊത്തം അറിയും. ചാടി നോക്കാം. ഓ എന്തരടാ ഇത്? വള്ളി തൂങ്ങിക്കറി വന്നാ കൊരങ്ങനാ. എടാ ഒന്ന് എറാ ഡാ ഹൽക്കേ. ഡാ ഹൽക്കേ. ഫോൺ അടിച്ചില്ലെങ്കിൽ എല്ലാം തീരുമാനമാവും. എടാ ചെറുക്കൻ്റെ കാര്യം. ഡേയ് എവിടെ എന്തിനാവ ഇവിടെ വന്ന് വിളി എത്രയും വിളിച്ചിട്ട് ഇറങ്ങി പറഞ്ഞില്ലേ? ചിലപ്പോ വീട്ടിലില്ലെങ്കിൽ അകത്തുണ്ടാ ഫാനും ലൈറ്റും എല്ലാം കിടപ്പുണ്ട്. കക്കൂസി നാറ്റവും കൺഫേം ഇവിടെ ഉണ്ട്. അണ്ണനെ ഒന്ന് വിളിച്ചു നോക്കടാ. അണ്ണനൊക്കെ എവിടെ എന്തോ എനിക്ക് ഒരു ഐഡിയ ഇല്ല. എല്ലാം കഴിയുമ്പോൾ വിളിക്കും ഉപദേശിക്കാനായിട്ട്. ഡേയ് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റൂല. നിങ്ങൾ ആരെങ്കിലും ഒരാൾ വാ. എന്നെ വിളിക്കാം. എപ്പോ വന്നു? എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? അത് സൈലന്റ് ആയിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ഇത്ര വിളി വിളിച്ചത് നീ കേട്ടില്ലേ? എടാ അത് ഞാൻ ഡീപ് സ്ലീപ്പിലായിരുന്നു. എന്നിട്ട് ഉറങ്ങിയതിന്റെ ഒരു ക്ഷീണവും കാണുന്നില്ല. ക്ഷീണം മാറാനല്ലേ ഉറങ്ങുന്നത്? ശരി എടാ നാട്ടും നാറും മൊത്തത്തിൽ പുഴുക്ക് നാറിയുന്നു. എല്ലാരും വാങ്ങി കവടിയാറ് നടന്ന് വേഷടി വാങ്ങി. എന്താണ് കെ വിഷയം? എന്താടാ ഒരു അച്ചടി ഭാഷ? നിർത്തിയിട്ട് പോയി ഇറങ്ങടാ. ഇതിൽ വെള്ളം ഉണ്ടോ? കാണും. പോയാ? പോയില്ല. എന്റെ പൊന്നിളെ ഞാൻ കാല് പിടിക്കാം. എങ്ങോട്ടേക്കാ കേക്ക്? നമ്മുടെ അനന്തം ഇല്ലേ? ബ്രൈറ്റ്നസ്. അവന്റെ മറ്റേ പൂക്കി പെണ്ണിനെ പ്രപ്പോസ് എന്ന് പറഞ്ഞാൽ മലബാറിന്റെ ഫ്രണ്ടിൽ പോയി നിൽപ്പുണ്ട്. അതിനവൾക്ക് പാൻറ്റായ 4 ദിവസം മുന്നേ ബർത്ത്ഡേ വിഷയം പറഞ്ഞു. ആണോ കെട്ടവനെ? പോയി ഇറങ്ങി. നീ വിട്ടോളൂ, എനിക്ക് എന്തെങ്കിലും പണി ഉണ്ടാവും. ഒന്നുമില്ല, പോയി ഇറങ്ങി. എന്റെ കൂടെ നീയും വരും. ഈ ടവല് കൊള്ളാം. എടാ ഒന്ന് താഴ്ന്നിരിയടാ. എന്തെങ്കിലും ഒന്ന് ഞാൻ കണ്ടോട്ട്. എടാ ഞാൻ ഒരു ക്ലസ്റ്റോഫോബിക്കാരനാണടാ. മഹാളൂട്ടിന്റെ അവസ്ഥയാണ് എനിക്ക്. അതൊക്കെ പോട്ടെ, നീ ഏത് സൈറ്റ് കണ്ടോണ്ടിരുന്നു? പറയാൻ പറ്റില്ല. പടാ അളിയ ഒരു താമിയും പുഷ്പിച്ചാല. ആദ്യം അവിടെ പുഷ്പിച്ചോണ്ടിരിക്കണോ പുഴുക്കണ പിന്നെ അവിടെ നിന്ന് എടുത്ത് മാറ്റാം. നീ നേരെ വിട്. എന്തിനാ മുന്നേറിയാടാ? എടുത്തോണ്ട് വന്നില്ലായിരുന്നു. പറക്കി എടുത്തോണ്ട് പോകേണ്ടി വന്നേ. എന്നല്ല ആ ചതിന ഇടിച്ച് തോലച്ചാനാ ഞാവനാ. എന്റെ ബാഡി കബഡി ജസ്റ്റ് മിസ്. ഇപ്പൊ മോസ്കോ കേസിലാത്താണ് പിശാശ്. മോസ്കോ ഓ നിയമവശങ്ങളൊക്കെ അറിയാം. സന്തോഷം. ഓ ഒരു ചറുവൽ പൈല കേട്ടോ. 18 കാത്തു നിന്നല്ലേ അവക്ക്. എന്നെ വിട്, ഇന്നാ ചെമ്പൻ മുറിനെ കത്തിക്കും ഞാൻ. അവനെ ഞാൻ വിളിച്ചു വരുന്ന നിനക്ക് എന്താ വിളിച്ചോണ്ട് നീ അവിടെ റോഡിൽ കിടന്ന് നല്ല പോര് കാണിക്കാൻ. അവന് പിന്നെ കാര്യങ്ങളില്ല. അടിക്കണം. അതെല്ലാം ഇപ്പൊ സംസാരിക്കാൻ വെള്ളം അടിക്കണമെന്ന്. നമ്മളെങ്ങനെ സ്കൂട്ടർ 3 അടിച്ചാൽ പോവാൻ. എന്റെ 5 വർഷത്തെ പ്രയത്നമല്ല. 5 വർഷം ഇവൻ ടേക്ക് കെയർ ചെയ്യുന്ന ഇവിടെ നോക്കുന്ന എനിക്കറിഞ്ഞൂടാ. നീ വാ.
അളിയ നീ ഇങ്ങനെ കരയല്ലേ? ചിമ്പോടേ എന്ത് അളിയാ അവൻ എന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കാൻ മോളിയാ. എന്ത് ഞാനല്ല അളിയാ അവൻ ഇൻസ്റ്റാഗ്രാം ഐഡി കൊടുത്തത്. അപ്പൊ കൈ പിടിച്ചളിയാ. കൈ പിടിച്ച ഈ പിടി. അവൻ വരട്ടെ, നമുക്ക് ചോദിക്കാം. അല്ലേലുള്ള നീ സൂക്ക് ആദ്യം അടി എന്നിട്ട് മതി സംസാരം. നമുക്ക് സംസാരിച്ചിട്ടൊക്കെ അടിച്ച പോരെ അളിയാ. വേണ്ട, ആദ്യം അടി എന്നിട്ട് മതി സംസാരം. നീയോ ചുമ്മാ എനിക്ക് ഏവിയേഷൻ പോലെ വിളിക്കുന്നത് അളിയാ. അണ്ണന് PBA ഇപ്പൊ വരും, വന്ന് സംസാരിച്ചിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. വരട്ടെ, അണ്ണനും PB ഒക്കെ വരട്ടെ. എന്താടാ കാഞ്ചനി? എന്താണ് പ്രശ്നം? എന്റെ കൂടെ ബിഗ് ബോസ് ചെയ്ത് വന്നേടെ. നീ ഓക്കെ അല്ലേടാ? അല്ലളിയാ അല്ലയാ ഓക്കെ അല്ലളിയാ. എന്തോന്ന് വിഷയം? അനന്തുവിന്റെ പൂക്കീനെ ആരോ പ്ലക്കിയിരിക്കണു. അല്ല, പനിനീർ പുഷ്പത്തെ ആരോ പറിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. ഒരു മനുഷ്യന്റെ മാനസികാവസ്ഥ പരിഗണിച്ചാണ് നിങ്ങൾ ഈ കളി അടിക്കുന്നത്? അതെന്നാ ഞാൻ പറഞ്ഞു വേണ്ടത് ആവശ്യമില്ല. അനന്തു നീ പറ. ഒറ്റ സിപ്പിൽ ഫിറ്റായ മര്യാദ പറടാ. ഞാൻ അവൻ ഇൻസ്റ്റാഗ്രാം ഐഡി കൊടുത്തത്, എന്നിട്ട് അവന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കാമോ? എടാ നീ എന്തിനടാ കരയണത്? അതിനല്ലടാ ഞാൻ ഇവിടെ ഇരിക്കണ. അവിടെ വല്ലതും പോയി ഇരിയടാ നീ. എന്നാലും അവൻ നിന്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുന്നത്. അനന്തു ബാക്കി പറ. അവൾ എന്റെ വേലയല്ലായിരുന്ന അണ്ണ. അണ്ണാ അണ്ണാ മനസ്സിലവിടെ ഭാഷയെ പറഞ്ഞു. ഇതൊക്കെ പഴയ പ്രീ ഡിഗ്രിയാണ്. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങാൻ റേഷൻ കാർഡ് കൊണ്ടുവന്നാണ്. അനന്തു ഈ ബാഡി, സ്കിബിഡി, റിസ്, ഗൂഫി, സസ്, ഫാനൻഡാക്സ് ട്യൂഷൻ കൊല്ലും പോയാണ്. ഇതൊക്കെ കാലത്തിനനുസരിച്ചൊന്ന് മാറ്റങ്ങൾ മാത്രമാണ്. പക്ഷെ നമ്മുടെ ബോയ്സ് ഗെയിം അതെപ്പോഴും നിലനിൽക്കേണ്ടതല്ലേടാ. അവിടെ പെണ്ണുങ്ങൾക്ക് കൊണ്ട് റോഡിൽ കിടന്ന് അടി കൂട്ടും. നിങ്ങൾ ഇത്രയും പറയണം. നിങ്ങൾക്കാണ് ഈ അവസ്ഥ വന്നിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനെ? ഞാൻ ഇത് വളരെ പക്വതയോടെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്തേനെ. എല്ലാവർക്കും എന്തൊരു അച്ചടി ഭാഷ. അനന്തു എന്നാലും അവിടെ വരാനുള്ള ആ ശ്രീശ്രം എന്താ മൂലകാരണം പോടാ. നീ വിളിച്ച അതിന്റെ ബാഡി ഇറങ്ങി വരും. എവിടെ കയറി പോണളിയാ? പോരത്തേനെ അവ കീറോട് നല്ല താല്പര്യക്കുറവുണ്ടല്ലോ. അനന്തു ആ വരട്ടെ, ഞാൻ സംസാരിക്കും. അണ്ണാ ആദ്യം അടി എന്നിട്ട് മതി സംസാരം. എന്തടേ അടിയൊക്കെ നേരത്തെ തുടങ്ങിയ? ഒറ്റ ബിയറുള്ള അതും മണപ്പിച്ച ഹാങ് ഓവർ പറഞ്ഞ് ഇവൻ ഇരുന്നടിക്കുന്നു. ക്രൈബേബി ഇന്നെന്തോ നിന്റെ വിഷയം? നീ എന്താ കുനിഞ്ഞിരിക്കണത്? എടാ കണ്ടറാക്കെ കാത്തിരുന്ന് കിട്ടി പ്രോജക്റ്റും എല്ലാം കയ്യിൽ നിന്ന് പോയാ ഒറ്റയ്ക്ക് നടിക്കണം. നീ വികാരം കയറി ഒന്നും ചെയ്യരുത്. അവനല്ലേ അണ്ണാ വികാരം മൂത്തന്റെ പൂക്കി തൂക്കിയത്. അനന്തു നീ എവിടെ ഇരി, ഞാൻ സോൾവ് ചെയ്ത. രണ്ടുകൂടെ പ്രേമിക്കുന്നതാ. അണ്ണനാണ് പറയുന്നത് ഇരി. ഇവിടെ എന്തോ നടക്കണം? വാട്ട്സ് ഹാപ്പനിങ് മാൻ? നിനക്ക് അറിഞ്ഞുകൂടല്ലേ ഇവിടെ എന്താണ് നടക്കുന്നത്? ഞാൻ സംസാരിക്കാം. നീ ഇവന്റെ പൂക്കി കൊച്ചു അവളെ പേരെന്തോന്നടാ? ലോറ. ലോറയും തമ്മിൽ എന്തോന്ന് എന്ത് ബന്ധം? അവളെങ്ങനെയാ നിന്റെ ഫ്രണ്ട് ആയത്? എന്റേതല്ലേ നീ അവളെ ഇൻസ്റ്റാഗ്രാം ഐഡി എടുത്തത്? അങ്ങനെയൊന്നുമില്ല. ഞാൻ അവളുടെ 2-3 ഫോട്ടോന് തീട്ടപ്പോ. ഫോട്ടോയ്ക്ക് തീട്ടമല്ലടാ, ഫോട്ടോയ്ക്ക് തീട്ടപ്പോ. തീടാ നീ ഡ്രാഗൺ കുഞ്ഞ്. അപ്പോൾ റിപ്ലൈ പിടിച്ചാലും ചോരാണ് അവന്റെ അടുത്ത്. ഞാൻ കൊച്ചിന്റെ കൈ കയറി പിടിച്ച ഓണ അവളുടെ കൈ നല്ല ഹാർഡ്. പിന്നെ അവള് ജിമ്മിൽ പോണെന്ന് ചോദിച്ചോളൂ. ബോഡി അത് ഈ ബോഡിക്ക് ഹേർട്ടായി. ഹർട്ടാവാൻ ഞാൻ ഫ്ലർട്ട് ഒന്നും ചെയ്തില്ലല്ലോ. ഇത്രയും പേരുടെ മുന്നേ വെച്ചല്ലേ അവന്റെ ബാഡിയുടെ അക്കൗണ്ട് നമ്മൾ കാണിച്ചു തന്നത്. എന്നിട്ട് ഇവ മാത്രമല്ല ഈ അഴുക്ക സ്കീം ഇവിടെ ഇറക്കിയത്. അവൾ എന്റെ കൊച്ചാണെന്ന് നിനക്കറിയാം, എന്നിട്ടല്ലേ നീ അവളെ വളയ്ക്കാൻ നോക്കിയത്? നിനക്ക് പണ്ടേ ഉള്ള സൂക്കേടാണത്. സത്യം. എടാ നിനക്കെന്റെ സ്വഭാവം അറിഞ്ഞൂടാ.
inferior confidence less piece of shit with no good attitude to put in forward and no girls or goals to follow. ഇതല്ലേ നീ? എടാ അടവ് ഇത് ഇവന്റെ അടവ്. നിനക്ക് വിവരമില്ലാന്ന് അറിഞ്ഞോണ്ടല്ലോ ഇവന്റെ അടവ് ഇത്. നേരമായി അവന് കാര്യങ്ങളിലിട്ട് അവൻ സംസാരിക്കട്ടെ. ഓ ഒമ്പറ കൊല്ലം പറയാൻ അളിയ, ഞാനും അവളും തമ്മിലുണ്ടായിരുന്ന സംഭാഷണം അതെന്തെന്ന് നിനക്കറിയണ്ടേ? അറിയണ്ടെങ്കിലോ നീ അറിയണം. ഞാൻ നിന്നെ കുറിച്ചാണ് പറഞ്ഞത്. കുറ്റമായിരിക്കും അല്ലടാ. നിനക്ക് എന്നെ അത്രേ മനസ്സിലായിട്ടുള്ളൂ അല്ലടാ. ഞാൻ പറഞ്ഞടാ അവളോട്, എന്റെ കൂട്ടുകാരന് അവൾ ഒരുപാട് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞടാ. എന്നെ കാണാൻ അവള് കാത്തിരിക്കുവടാ. നല്ലൊരു ഉടുപ്പും ചെരുപ്പും ഒക്കെ ഇട്ട് നീ പോയി കാണ്. കൊണ്ടുപോ നിന്റെ പൂക്കിയെ. എന്നിട്ടും നീ എന്നെ ഞാൻ അടിക്കാതൊന്നല്ലേ അടിയടാ കൊടുക്കാം. അവന്റെ മനസ്സ് കണ്ടാണ് നീ നിനക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടാണോ വന്നിരിക്കണത്? ഇനി പെണ്ണുങ്ങളെ പേരും പറഞ്ഞ് ഈ ഗ്രൂപ്പിൽ കിടന്ന ആരെങ്കിലും അടിപൊളിയാണെങ്കിൽ ഞാൻ ഈ ഗ്രൂപ്പിൽ നിന്ന് പോകും. അണ്ണാ, ഇനി ഒരു ദുഷ്ടശക്തിക്കും നമ്മൾ ആരെയും പിരിക്കാൻ പറ്റൂല അണ്ണാ. എല്ലാരും നേരത്തെ എത്തിയാന്ന്. സെക്രട്ടേറിയറ്റ് വന്നല്ല പുതിയ ന്യൂസ് വല്ല ഉണ്ടോടെ? ഇതണ്ണ രാവിലെ കോഫി കട ഇരിക്കണണ്ടല്ല അനന്തണ്ട പൂക്കി പെണ്ണാട്ട് എന്തിനു പരിപാടി? ഐസ്ക്രീം ഒക്കെ കോരി കൊടുക്കണണ്ടല്ല ചല്ലേ. സെക്രട്ടറി കൂടെ പറഞ്ഞത് ഞാൻ പോണേ.